ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾ വരുമ്പോഴും ഈ ഒരു പട്ടണം, ഈ ഒരു ടൗൺ ഇവിടെ ഇല്ല. അതിന്റെ അടിഭാഗം മുഴുവൻ മണ്ണ് നിറഞ്ഞ്, ചെളി നിറഞ്ഞ്, വണ്ടികൾക്ക് ഒന്നിനോ നീങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വിടുന്നത്. ഞങ്ങളെ വണ്ടി വരെ കുറെ ദൂരെ വെച്ചിട്ടാണ്. കാരണം ഞങ്ങളുടെ ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം അത്രയും വെയിറ്റുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഏറ്റിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉള്ളൂ, കാണുന്ന ഇത് ഇവിടം വരെ ഉള്ളൂ. അപ്പൊ ഈ ഒരു പൊട്ടലും ഈ പാലം നഷ്ടപ്പെട്ടു, ഈ കടകളുമാണ് ശരിക്ക് ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. അപ്പൊ കാരണം നല്ല ഇരുട്ടും മഞ്ഞുള്ള ഒരു ദിവസം തന്നെയാണ്. പക്ഷെ വലിയ രീതിയിൽ കരച്ചിലുകൾ കേൾക്കുന്നുണ്ടായിരുന്നു, വലിയ അലറി കരച്ചിലും. അതുപോലെ പല ഈ കുന്നുകളിൽ നിന്നെല്ലാം ടോർച്ച് അടിച്ചിട്ടും പലരും ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യാൻ, ശരിക്കും ഫയർഫോഴ്സിനെ കാത്തു നിൽക്കുന്നതായിരുന്നു. ഞാൻ വിളിച്ച മണികണ്ഠനടക്കം ആ കൂട്ടത്തിൽ ഉണ്ടാവുമോ, അയാളുടെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് ഫസ്റ്റ് കാണുന്നത് പിന്നീട് ആ എങ്ങനെയും സ്കൂളുകൾക്ക് എത്താന്നുള്ള രീതിയിൽ അതിലേക്ക് ഇറങ്ങി സ്കൂളിലേക്ക് എത്തുമ്പോഴും ഇതേപോലെ തന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ വീണ് കിടക്കുന്നതായിരുന്നു. പരിക്കോടോടെ അങ്ങനെ അവരെ ഞങ്ങൾ എടുത്ത് രക്ഷപ്പെടുത്തി പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ എന്തായാലും ഇനി അവിടെ ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരു ക്യാമ്പോ എന്തെങ്കിലും ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് അവിടെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നല്ല ഇരുട്ടുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് വെച്ചിട്ട് സെർച്ച് ചെയ്തതിന്റെ ഇടയിലാണ് രണ്ടാമത് വലിയ രീതിയിലൊരു പൊട്ടൽ കേൾക്കുന്നതും ഇറങ്ങി ഓടിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി ഓടുന്നു. അപ്പൊ ഞങ്ങളുടെ സാഹചര്യം ആ ചെളിയാണ്. ഒന്നാമത് ഈ വഴി വലിയ പരിചയമില്ല നമുക്ക്, നല്ല ഇരുട്ടുമാണ്. കാരണം ഗംബൂട്ട് അടക്കമുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒന്ന് തെന്നി വീണാലോ അല്ലെങ്കിൽ ഒരാളെ തട്ടി നമ്മൾ തടഞ്ഞോ നമ്മളവിടെ നിന്ന് പോയാൽ സെക്കൻഡുകൾക്ക് സമയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി ആ വീടിന്റെ മുകളിലേക്ക് കയറി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നിന്ന ഒരു സ്ഥലം അവിടെ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ നിന്ന ആ ഭാഗത്ത് കുറെ മരങ്ങള്, തടികൾ വന്ന് അടിഞ്ഞ് രണ്ടാൾ പൊക്കത്തിൽ തടികൾ മാത്രമുള്ള ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ നിന്നിരുന്ന ആ സ്പോട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് അവിടെ കരച്ചിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ യാതൊരു വഴിയില്ല. പിന്നെയുള്ളത് ഈ മല ചുറ്റിപ്പോക്കാണ്. അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ കയ്യിലുള്ള റോപ്പും ടോർച്ചും എടുത്തിട്ട് ഈ മല ചുറ്റി നേരെ മുന്നിലെ വീട്ടിലൊരു 10ഓളം പേര് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം അവര് ടോർച്ച് അടിക്കുമ്പോൾ അവരുടെ ദയനീയമായിട്ടുള്ള വിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരെ കൈകൂപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത്, സാറേ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങളുടെ ഒരു സാഹചര്യം വെച്ച് അതിനും ആ സമയത്ത് പോലും മുകളിൽ നിന്ന് പൊട്ടലുകളും വെള്ളം വലിയ രീതിയിൽ കുതിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നിസ്സഹായരായിട്ടത് കണ്ടു നിൽക്കാനേ സാധിക്കുള്ളായിരുന്നു. കാരണം ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം രണ്ടാമത്തെ പ്രളയം വന്ന മരങ്ങളുമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് പൊട്ടലിന് ശേഷം വന്നിട്ടുള്ള മരങ്ങൾ അടിഞ്ഞത് മാത്രം നോക്കിയാൽ മതി. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്നാലും ഞങ്ങൾ അവിടെ നിന്ന്, കാരണം കണ്ടുപോയല്ലോ, ഇനി ഇവിടെ തിരിച്ചുകൊണ്ടല്ലാതെ തിരിച്ചു പോകാൻ നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ ബഷീർ സാർ പറഞ്ഞു നിങ്ങളത് ചെയ്തിട്ട് വന്നാൽ മതി. കാരണം അവരാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ജീവനോടുള്ള ആൾക്കാരാണ്. കാരണം മരിച്ചവരെ തെരഞ്ഞാൽ നമുക്ക് പിന്നെയും തെരയാൻ സമയമുണ്ട്. ജീവനോടെ കണ്ട ഒരാളെ നമുക്ക് കാണാതെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. വെള്ളം കുറയുന്ന ചെറിയ സാഹചര്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പാലം പണിയുന്നത് ഞങ്ങളാണ്. ഈ ഒരു ലാഡർ വെച്ചിട്ട് ഫസ്റ്റ് പാലം ഞങ്ങളുടേതാണ്. പാലം അവിടെയല്ല, ഇവിടെയാണ്. ആ വീടിനോട് ചേർന്ന് അവിടെ ഒരു വീടുണ്ട്, ഒറ്റപ്പെട്ട വീടുണ്ട്. പക്ഷെ അവരെ നമ്മൾ എന്തോരം സമ്മതിക്കണം. കാരണം 2 ഉരുൾപൊട്ടലുകളിലും ചുറ്റുപാടും വെള്ളം ഒലിച്ചിരിക്കുമ്പോഴും അവർ ആ 10ഓളം പേര് അതിന്റെ മുകളിൽ ഉറച്ചു നിന്നവരെ അവരുടെ ഒരു മനക്കരുത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം പലരും ആ കൂട്ടത്തിൽ തന്നെ ഉള്ള ആൾ പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ പൊട്ടൽ സാറേ ഭാര്യ എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടാമത്തെ പൊട്ടൽ അവളില്ല, തിരയാൻ വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയിൻസോ വെച്ചിട്ട് മരം മുറിച്ച് മരത്തിന്റെ ഇടയിൽ നിന്ന് ബോഡി എടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും അവരെ നമ്മൾ കണ്ട സ്ഥിതിക്ക് എന്ത് റിസ്ക് എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടികളൊക്കെ പലർക്കും പേടിയായിരുന്നു ലാഡറിൽ ഈ കുത്തി വയ്ക്കുന്നതിൽ വരണം. അപ്പൊ ഞങ്ങൾ തന്നെ മുന്നിലും ബാക്കിലും ഈ 2 പേര് മുട്ടുകുത്തി നിന്നിട്ട് അവരെ സെന്ററിൽ ഇരുത്തിയിട്ടാണ് തിരിച്ചുകൊണ്ട്. അപ്പൊ ഇതൊന്നും ഫസ്റ്റ് ക്രൂ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളോ ആരും വരുന്ന സമയമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഓഫീസർ തന്ന നിർദ്ദേശം ഒന്നുമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാഹചര്യം, അപ്പൊ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്, ആ ജീവനോടെയുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ഉറച്ച തീരുമാനമായിരുന്നു. ഞങ്ങളുടെ ജീവൻ ഒരു നൂൽപ്പാലത്തിലാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. 3ഓളം 2 ബോഡി അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നതിന്റെ ഇടയിൽ ഒരു മകൻ കാലിൽ കമ്പി കുടുങ്ങിയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മേന്റെ ശരീരത്തിനോട് ചേർന്നിട്ട്. അപ്പൊ ഇവനെ ഞങ്ങള് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ പോലും ഇവൻ പറയുന്നുണ്ട് എന്റെ അനിയനടുത്തുണ്ട്, ഇത്ര തൊട്ട് മുമ്പ് വരെ എന്നോട് സംസാരിച്ചാണ്, അവനെ നിങ്ങളും തരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഞങ്ങൾ കുറെ വിളിച്ചു നോക്കി കാരണം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ആ റൂഫ് ഏകദേശം താഴെ എത്തിയിട്ട് നിൽക്കുന്നുണ്ട്, അത് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് 2ഓളം മരത്തിന്റെ കുത്തുകൾ കൊടുത്തിട്ട് അതിൽ ഈ ലാഡർ പോലും കട്ട് ചെയ്താൽ പോലും ഒരുപക്ഷെ ആ റൂഫ് താഴെ വരും, ഞങ്ങളടക്കം മരിക്കും. അപ്പൊ ഞങ്ങൾ എന്താക്കി തുണി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പൊതിഞ്ഞു പിടിച്ചിട്ട് ഈ കമ്പി വളച്ചു പിടിച്ചിട്ടാണ്
ആ പയ്യനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് പോലും. അപ്പൊ വൈകാരികമായിട്ട് എടുത്തു പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാലൊരു പക്ഷേ ഒരു സമയം കൊണ്ട് തീരില്ല. പക്ഷെ ഞങ്ങൾ ചെയ്ത പല കാര്യങ്ങളും ഞങ്ങളുടേതല്ലാതായപ്പോൾ ശരിക്കും ചെറിയ വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ മനുഷ്യരല്ലേ. മുണ്ടക്കയില് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ഒരു എത്ര പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു? കുട്ടി ഒരു 20ഓളം ബോഡികൾ ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കിട്ടുന്നത് എടുത്ത് ഞങ്ങൾ പോരെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു ജീപ്പ് അങ്ങോട്ട് പോവാണ്. അതിൽ ഈ രണ്ട് ബോഡി വീതം എടുത്തോണ്ട് വരണം. ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ പയ്യനെ രക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് തൊട്ടപ്പുറത്ത് വിളിക്കുന്നുണ്ട്. അതായത് ഒരു അമ്മയും കൊച്ചും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഓടുകയാണ്. കാരണം ജീവന്റെ ഒരു തുടിപ്പ് ഉണ്ടെങ്കിൽ അവരെയാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് വിചാരിച്ച് തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അവരുടെ ബോഡിയാണ്. അങ്ങനെ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം 10-30ഓളം ബോഡികൾ ഞങ്ങൾ എടുത്ത് മാറ്റി വെച്ച് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഞങ്ങൾക്ക് തിരിച്ച് മുണ്ടക്കൈയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബോഡികൾ വണ്ടി എത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരുക. പിന്നീട് ഇവിടെ ജീപ്പ് പോയിട്ട് കളക്ട് ചെയ്ത് വരികയാണ് ചെയ്തിരുന്നത്. ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ദൈവം നേരിട്ട് ഒന്നും ചെയ്യില്ല, മനുഷ്യരിലൂടെ മാത്രമേ ചെയ്യുള്ളൂ. ഇതിന്റെ ദൈവമാണ് ഉരുൾ പൊട്ടിച്ചതെന്ന ചോദ്യങ്ങളൊക്കെ ഉയരുമെങ്കിലും അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തെത്തിച്ച ദൈവത്തിന്റെ കരങ്ങളാണ് ഇവരുടേതൊക്കെ. ഇത് എന്റെ കരം മാത്രമല്ല, എല്ലാവരുടേതുമാണ്. ഇതൊരു അതിവൈകാരികമായിട്ടാണ് നമുക്കിത് ഇവരോട് സംസാരിക്കുമ്പോഴും പ്രേക്ഷകരിലെത്തിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു ദുരന്തമുഖത്ത് ആദ്യമെത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് കൽപ്പറ്റയിലെ ഈ ഒരു ഫയർ ഓഫീസർമാർ. അതുകൊണ്ട് തന്നെ ഇവർ നേരിട്ട പ്രതിസന്ധി, ഇവര് കടന്നുപോയ ആ നിമിഷങ്ങൾ, അതൊക്കെ പറയുമ്പോൾ ഒരല്പം വൈകാരികമായി പോകും. കാരണം അത്രമാത്രം വലിയൊരു ദുരന്തത്തെയാണ്, അതിലെ ആദ്യ രക്ഷാപ്രവർത്തകരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അനുഭവം നമുക്ക് കണ്ണു നനയാതെ കേൾക്കാനാകില്ല. എന്താണെങ്കിലും ഹൃദയത്തിൽ നിന്ന് ഇവർക്കൊരു നന്ദി പറയാം, ഒരു സല്യൂട്ട് നൽകാം. അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ